ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിൻ്റെ 2-ാം ദിവസത്തെ വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജപമാല പ്രാർത്ഥനയിലെ ലുത്തിനിയയിലെ ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇംഗ്ലീഷിൽ മിസ്റ്റിക്കൽ റോസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് റോസാപ്പൂവിൻ്റെ പ്രത്യേകത? പൂക്കളുടെ രാജ്ഞിയായിട്ടാണ് റോസാപ്പൂവ് വിശേഷിപ്പിക്കപ്പെടുന്നത്. റോസാപ്പൂവിന് എല്ലാവർക്കും ഇഷ്ടമാണ്. റോസാപ്പൂവിൻ്റെ സൗന്ദര്യവും റോസാപ്പൂവിൻ്റെ സുഗന്ധവും ആരെയും ആകർഷിക്കുന്നതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഉദ്യാനത്തിലെ ഏറ്റവും മനോഹരമായ പുഷ്പമായി മറിയം കണക്കാക്കപ്പെടുന്നു. ഉത്തമഗീതത്തിൽ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ, താഴ്വരകളിലെ ലില്ലിപ്പൂവ്. ഇത് പരിശുദ്ധ മറിയത്തിൻ്റെ ഒരു മുൻനിഴലായി അനേകം ക്രൈസ്തവർ ഈ വചനത്തെ കണക്കാക്കുന്നുണ്ട്. മിസ്റ്റിക്കൽ എന്ന് പറയുമ്പോൾ മറിയത്തിൻ്റെ സൗന്ദര്യം കേവലം ബാഹ്യമായിട്ടുള്ള സൗന്ദര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ഏറെ ആന്തരികമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കൃപയും വിശുദ്ധിയും നിറഞ്ഞു നിൽക്കുന്ന റോസാപ്പൂവിൻ്റെ ദളങ്ങൾ ഓരോന്നായിട്ട് വിരിയുമ്പോൾ നമ്മൾ ആ റോസാപ്പൂവിൻ്റെ കൂടുതൽ സൗന്ദര്യം കാണുന്നത് പോലെ മറിയത്തെ കൂടുതൽ അടുത്തറിയുമ്പോൾ അവളുടെ സദ്ഗുണങ്ങൾ, പുണ്യങ്ങൾ, പരിശുദ്ധി, വിശുദ്ധി, വിനയം, വിശ്വാസം, സ്നേഹം, സമർപ്പണം അതൊക്കെ നമുക്ക് കൂടുതൽ ശക്തമായിട്ട് വെളിപ്പെട്ട് കിട്ടുന്നു. അതോടൊപ്പം റോസാപ്പൂവ് മുള്ളുകൾക്കിടയിലാണ് റോസാപ്പൂക്കൾ വിരിയുന്നതും വിടരുന്നതും. ഇത് എന്ത് സൂചിപ്പിക്കുന്നു? പാപപങ്കിലമായ ഒരു ലോകത്തിൻ്റെ നടുവിലാണ് മറിയത്തിൻ്റെ പരിശുദ്ധി പൂത്തുവിരിഞ്ഞത്. അത് ഇന്നത്തെ ലോകത്തിൽ ബാഹ്യ സൗന്ദര്യത്തിനും പാപകരമായ കാര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഇന്നത്തെ ലോകത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ പ്രത്യാശ നൽകുന്നതാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു മകനും മകൾക്കും ജീവിത വിശുദ്ധിയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ വളരാനാകും എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രലോഭനങ്ങളുടെയും കഷ്ടതകളുടെയും ഒക്കെ മുള്ളുകൾക്കിടയിലും നമുക്ക് വിശുദ്ധിയിൽ വളരാനാകും എന്ന് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം റോസാപ്പൂവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിശബ്ദമായിട്ട് സുഗന്ധം പരത്തുന്നു. വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: 2 കൊറിന്തോസ് അധ്യായം 2 വാക്യം 15: രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. അതെ, ക്രിസ്തുവിൻ്റെ പരിമളമായി മാറാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പരിശുദ്ധ മറിയത്തിൻ്റെ മിസ്റ്റിക്കൽ സൗന്ദര്യം കൊണ്ട് നിറയാനും മിസ്റ്റിക്കൽ ദൈവാനുഭവം കൊണ്ട് നിറയാനും പരിശുദ്ധ അമ്മയെപ്പോലെ ഈ ലോകത്തിലെ മുള്ളുകളാകുന്ന പ്രലോഭനങ്ങളുടെയും പ്രതിസന്ധികളുടെയും ലോകത്തിൻ്റേതായ പ്രത്യേകതകളുടെയും ഇടയിലൊക്കെ ജീവിക്കുമ്പോഴും ഒരു റോസാപ്പൂ പോലെ പരിശുദ്ധി പരത്തി സുഗന്ധം പരത്തി ക്രിസ്തുവിൻ്റെ പരിമളമായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ട് നമുക്ക് യാചിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.